ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ അല്പസമയത്തിനകം ഹാജരാക്കും. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഈ അറസ്റ്റിന് ശേഷം വളരെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുവാനായി മുരാരി ബാബുവിനെ കൊണ്ടുവരുന്നത്. എപ്പോഴത്തേക്കായിരിക്കും അവർ അവിടെ എത്തുക? കൂടുതൽ വിവരങ്ങൾ. സിന്ധൂരി, ഇപ്പോൾ ഏകദേശം ഉടൻ തന്നെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുരാരി ബാബുവിനെ ഇന്നലെ രാത്രി 10 മണിയോടാണ് ഈ പെരുന്നേട് വീട്ടിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് പോലീസ് സംഘം മുരാരി ബാബുവായിട്ട് റാന്നിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. റാന്നിയിൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ വൈദ്യപരിശോധനയുടെ ആവശ്യമില്ല. കാരണം തിരുവനന്തപുരത്ത് ആ ചടങ്ങുകൾ പൂർത്തിയാക്കി. അങ്ങനെയുണ്ടെങ്കിൽ അന്വേഷണ സംഘവും മുരാരി ബാബുവുമായി റാന്നി കോടതിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ സസ്പെൻഷനിലായിരിക്കുന്ന ഡെപ്യൂട്ടി കമ്മീഷണറാണ് മുരാരി ബാബു. ഈ കേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണമോഷണ കേസ് വന്നതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് നടപടികൾ സ്വീകരിച്ചത്. നമ്മളിപ്പോൾ റാന്നി കോടതിയിലാണ് ഉള്ളത്. റാന്നി കോടതിയിലെ ദൃശ്യങ്ങളിലേക്ക് കിടക്കാനാണ്. റാന്നി കോടതിയിൽ ആണ് നമ്മളുള്ളത്. ഇവിടെയാണ് പോലീസ് 2 കേസുകളിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരു കേസ് കട്ടളപ്പാളിയിലെ സ്വർണ്ണം മോഷ്ടിച്ചതും മറ്റൊന്ന് ഈ ദ്വാരപാല ശില്പങ്ങളെ സ്വർണ്ണം മോഷ്ടിച്ചുമായി ബന്ധപ്പെട്ട കേസാണ്. 2 കേസുകളിലും FIR റാന്നി കോടതിയിൽ സമർപ്പിച്ചതുകൊണ്ട് തന്നെയാണ് റാന്നി കോടതിയിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഹാജരാക്കുന്നതും പിന്നീട് തുടർ നടപടികൾക്ക് വിധേയപ്പെടുത്തുന്നതും ചെയ്യുന്നത്. കാരണം മുരാരി ബാബു ഈ കേസിൽ പ്രധാനമായി 2ാം പ്രതിയാണ്. ഇപ്പോൾ ഈ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2019 ഈ സ്വർണ്ണം പൂശിയ ചെമ്പ് എന്നതിന് പകരം വെറും ചെമ്പ് പാളി എന്ന മഹസറി തിരുത്തി എഴുതിയ ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവാണ്. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. പിന്നീട് മുരാരി ബാബു 2024-ലും 2025-ലും ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ്, അതായത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കുമ്പോഴും ഇതേ തെറ്റ് ആവർത്തിക്കുന്നതായും കാണുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് മുരാരി ബാബുവിനെ കസ്റ്റഡി എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. സിന്ധൂരി.